നിങ്ങൾക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. പുലർച്ചെ തന്നെ ജാലക ചില്ലിലൂടെ ഒലിച്ചിറങ്ങുന്ന മഴത്തുള്ളികൾ കണ്ടാണ് എണീറ്റത്. ചില്ലു ഗ്ലാസുകൾ പോലെ ഇലത്തൂമ്പുകളിൽ ഒളിഞ്ഞിരിക്കുന്ന മഴത്തുള്ളികൾ. ചെറുതായി പെയ്യുന്ന മഴയെ നോക്കി കൊതിക്കുന്ന എൻ്റെ ഇൻഡോർ പ്ലാന്റുകൾ. മഴയത്തും വെയിലത്തും ഒന്നും വിട്ടുകൊടുക്കാതെ നമ്മൾ അവരെ പൊതിഞ്ഞ് സൂക്ഷിച്ചിരിക്കുകയല്ലേ. ഇൻഡോർ പ്ലാന്റുകളെ നനക്കാറുള്ളത് രാവിലെയാണ്. രാവിലെ ക്ലീനിങ്ങിന് മുമ്പായിട്ടാണ് അവരുടെ നന, അല്ലെങ്കിൽ അവിടെയൊക്കെ വെള്ളം വീണ് വൃത്തികേടാകും. രാവിലെ തന്നെ മഴ നനഞ്ഞത് കൊണ്ടാകാം വീടിനൊരു ഭംഗി കൂടിയ പോലെ തോന്നുന്നു. പ്രകൃതിക്കും ആ ഒരു ഉണർവ് കാണുന്നുണ്ട്. ഇനി വേനലിന്റെ കൊടും ചൂടിൽ വാടിത്തളരുന്ന പ്ലാന്റുകളെ ഓർക്കാൻ കൂടി വയ്യ. 2 നേരം നന കൊടുത്താലും ആ ഒരു വാട്ടം അവരിൽ നമുക്ക് കാണാൻ കഴിയും. അരുമയോടെ കൊഞ്ചി ചിലക്കുന്ന കിളികളും പ്രകൃതിയും ഒക്കെ ഇന്ന് വളരെ ഹാപ്പിയാണ്. ഇനി നമുക്ക് എൻ്റെ അടുക്കളയിലേക്ക് പോകാം. ഇത് എല്ലാവർക്കും സുപരിചിതമായിരിക്കും. ചെറുപയർ മുളപ്പിച്ചതാണ്. ചപ്പാത്തിയിലേക്ക് ഈ ഒരു ചെറുപയർ മുളപ്പിച്ചത് വെച്ച് എന്ത് റെസിപ്പിയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കാം. ഇതിന് നമ്മൾ നന്നായി ഒന്ന് കഴുകിയെടുക്കണം. കൊക്കോ പീറ്റിലാണ് ഞാൻ ഇതിനെ വളർത്തിയെടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജസ്റ്റ് ഒന്ന് വെള്ളത്തിലിട്ട് മുക്കിയാൽ മതി, നന്നായി വൃത്തിയായി കിട്ടും. ഇനി ഇതുപോലെ കുഞ്ഞായിട്ട് കട്ട് ചെയ്തെടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു സവാള കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഒരു പാൻ അടുപ്പിൽ വെച്ച് നമുക്കൊരല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് കറിവേപ്പില ഇട്ട് നന്നായി മൂത്തതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ച് സവാള ഇട്ട് കൊടുക്കാം. സവാള നന്നായി ഒന്ന് വഴന്നതിന് ശേഷം ഒരല്പം മുളക് പൊടിയും ഉപ്പും ഒരല്പം മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് വഴന്നു വന്നതിന് ശേഷം നമ്മുടെ മുളപ്പിച്ച പയറ് അരിഞ്ഞു വെച്ചത് അതിലേക്ക് ജോയിൻ്റ് ആക്കി കൊടുക്കാം. ഇത്രയും കഴിഞ്ഞാൽ നമ്മുടെ റെസിപ്പി റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്കതിലേക്ക് സ്പെഷ്യലായിട്ടൊരു ചപ്പാത്തി ഉണ്ടാക്കിയെടുക്കാം. അതിനായി ഞാൻ 3 കോഴിമുട്ട പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വിസ്ക് വെച്ച് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. കൂടുതൽ പതച്ച് പൊങ്ങുകയൊന്നും വേണ്ട. നോർമലായിട്ട് നമുക്ക് വിസ്ക് വെച്ച് ഇതുപോലെ നന്നായി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അതിലേക്ക് നമുക്ക് ചപ്പാത്തിയുടെ പൊടി ഇട്ട് കൊടുക്കാം, അല്ലെങ്കിൽ മൈദപ്പൊടി ആയാലും നമുക്ക് യൂസ് ചെയ്യാം. അതിനുശേഷം ഉപ്പ് ചേർത്ത ചൂടുവെള്ളം നമ്മൾ ഇതിൽ ഒഴിച്ചു കൊടുത്ത് നന്നായി കുഴച്ചെടുക്കാം. ഈ ഒരു ചപ്പാത്തിയുടെ ടേസ്റ്റ് വേറെ ലെവലാണ്. കുഴച്ചെടുക്കുന്ന സമയത്ത് നമുക്കൊരല്പം വെളിച്ചെണ്ണ ചേർത്ത് നന്നായി സോഫ്റ്റ് ആക്കി ഇതിനെ കുഴച്ചെടുക്കാം. ഇനി കട്ടി കുറച്ച് പരത്തി നമുക്ക് വെളിച്ചെണ്ണ തടവി ഇതിനെ ഒന്ന് പൊരിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ ചപ്പാത്തി പൊരിച്ചെടുക്കലൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ചായ റെഡിയാക്കാനുണ്ട്. അതിനായി ഞാൻ പാല് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. തിളപ്പിച്ചെടുത്ത പാല് ചേർത്തിട്ടാണ് ചായ തയ്യാറാക്കുന്നത്. അങ്ങനെ ചായയും ചപ്പാത്തിയും നമ്മുടെ ഗ്രേവിയും ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു ഗ്രേവി നമുക്ക് ചപ്പാത്തിയുടെ മധ്യഭാഗത്തിട്ട് ചുരുട്ടി സാൻഡ്വിച്ച് പോലെ കഴിക്കാൻ വളരെ ടേസ്റ്റിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.
ഇതിൻ്റെ ഒരു ഗുണം ടേസ്റ്റ് മാത്രവുമല്ല, നമുക്ക് ശരീരത്തിന് മൈക്രോഗ്രീൻ ഒരുപാട് ഗുണങ്ങൾ തരുന്നുണ്ട്. അതുകൂടി നമ്മൾ കണക്കിലെടുത്ത് എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കൂടുതൽ ഒരു ബുദ്ധിമുട്ടുമില്ല. ഒരു പരന്ന പാത്രത്തിൽ നമുക്ക് ഒരല്പം കൊക്കോ പീറ്റോ, ഇനി അതുമല്ലെങ്കിൽ ഒരല്പം പൊടി മണ്ണോ എടുത്ത് വിതറിയതിന് ശേഷം നമുക്ക് വിത്ത് അതിലിട്ട് 2 ദിവസമോ 3 ദിവസമോ നനച്ചു കൊടുത്താൽ തന്നെ നമുക്ക് മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനി മണ്ണും ചകിരിച്ചോറും ഇല്ലാതെയും നമുക്ക് തുണി നനച്ച് അതിലും മൈക്രോഗ്രീൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. പയറുവർഗ്ഗങ്ങൾ, രാഗി, ഗോതമ്പ് എന്നിവയെല്ലാം നമുക്ക് ഇതുപോലെ മുളപ്പിച്ചെടുത്ത് പലതരം വിഭവങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഈ വിദ്യകളൊക്കെ പരീക്ഷിച്ച് എല്ലാവരും ആരോഗ്യത്തെ നല്ല നിലയിലാക്കിയെടുക്കാൻ ശ്രദ്ധിക്കുക. എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും എൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണിൽ ഓൾ എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. എൻ്റെ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാ പ്രിയപ്പെട്ടവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, നമസ്കാരം.